എന്താടാ? എടുത്തേ, ആ ഫോൺ എടുത്ത് മോളെ ഒന്ന് വിളിച്ചാലോ? വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ബിസിനസ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മാനേഴ്സ് ഇല്ലാതെയാണോ കയറി വരുന്നത്? ചന്ദ്രേട്ടാ, ഏത് സ്ഥലവും നീ പണിയെടുക്കുന്ന അടുക്കളയാണെന്ന് കരുതരുത്. കൾച്ചർലെസ്. ചന്ദ്രശേഖരനെ പോലൊരു ഹസ്ബൻഡ്, അതും ഇത്രയും ടാലന്റഡ് ആയ ഒരു ബിസിനസ്മാൻ, സത്യത്തിൽ ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? പക്ഷെ നീയോ ചന്ദ്രശേഖരന്റെ തലയിൽ വീണ ശാപം. ഒരു വീടിന്റെ 4 മുറികൾ മാത്രം പരിചയമുള്ള ഒരാൾക്കേ ഇത്തരം ഒരു വൃത്തികെട്ട കോംപ്ലക്സ് ഉണ്ടാകത്തുള്ളൂ. ആരെങ്കിലും സ്വകാര്യമായി എവിടെയെങ്കിലും ഇരുന്നാൽ ഒളിഞ്ഞു നോക്കാനുള്ള വാസന. അതൊക്കെ ബ്ലഡിൽ കിട്ടിയതാ. ചന്ദ്രേട്ടാ, എനിക്ക് വേണ്ടത് അല്പം സ്വസ്ഥതയാ. എന്റെ ഫ്രണ്ട്സ് വരുമ്പോ അവരോട് മാന്യമായി അല്ലാതെ പെരുമാറാൻ പാടില്ല. ഇനി ഒരു തവണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്റെ സ്വഭാവം മാറും. എനിക്ക് ഉർവശി ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം ഇല്ല, പുതിയ ലോകത്തിന്റെ രീതികളൊന്നും അറിയില്ല. ജനിച്ചു, ജീവിക്കുന്നു, മരിക്കുന്നു. അല്ലാതെ സൊസൈറ്റിയിൽ എന്തെങ്കിലും അടയാളപ്പെടുത്താൻ നിന്നെ കൊണ്ട് പറ്റുമോ? നെവർ. ചന്ദ്രു, ഐ എം റിയലി സോറി. നിങ്ങളെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാവണമായിരുന്നു നിങ്ങളുടെ ബെറ്റർ ഹാഫ്. മതിയായില്ലേ നിനക്ക്? തൃപ്തിയായില്ലേ? ചന്ദ്രശേഖർ, സത്യത്തിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് പറയാനിരിക്കുകയായിരുന്നു. നൗ ഐ ആം ടോട്ടലി മൂഡ് ഓഫ്. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ? ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കാം. ഇവിടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. സാറ വരൂ. അഹങ്കാരത്തിനുള്ള ശിക്ഷ കൃത്യസമയത്ത് തന്നെ കിട്ടിത്തുടങ്ങി. ദുഷ്ടത്തിയാണെങ്കിലും മുത്തശ്ശിയുടെ കാര്യത്തില് ഏട്ടത്തി ഒരു സന്മനസ് കാണിച്ചു. പനി കൂടിയതും ഔട്ട് ഹൗസിലേക്ക് മാറ്റിയതൊക്കെ ഏട്ടത്തിയാണ്. പകരം എന്തെങ്കിലും കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മുത്തശ്ശിയുടെ അവസ്ഥ അറിയുക പോലും ഇല്ലായിരുന്നു. അവസാനിച്ചു പോവുകയാണെന്ന് തോന്നി. അപ്പോൾ ഒരാഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചു. അവസാനമായിട്ട് നിങ്ങൾ രണ്ടുപേരെ ഒന്ന് കാണണമെന്ന്. പ്രാർത്ഥന മുഴുവൻ അതായിരുന്നു. നിങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കുമ്പോ മരിച്ചുപോയാല് അത് പുണ്യമായിട്ടേ ഞാൻ കാണൂ. പിന്നെ മരിക്കാൻ ഞങ്ങൾ വിടുകല്ലേ. ഇതിപ്പോ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറിയിട്ടെ കണിമംഗലത്ത് ഓടി നടന്നിരുന്ന പോലെ ഇവിടെ അങ്ങ് നടന്നോണം. വേണമെങ്കിൽ ഞാനൊരു ഡ്യൂട്ടി തരാം. എന്താ? ആറ്റശ്ശേരി സദ്യയുടെ കാര്യങ്ങള് ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയാ നോക്കുന്നേ. എല്ലാം ഒന്ന് കൃത്യമായിട്ട് ഏൽപ്പിക്കാൻ ഒരു മാനേജർ കൂടി വേണ്ടേ? അത് മുത്തശ്ശിയായിക്കോ. ഒന്ന് പോടി അവിടുന്ന്. ഈ പ്രായത്തിൽ എന്നെ പിടിച്ചാണോ മാനേജരാക്കുന്നേ? അതെ, പിന്നെ ഒന്ന് എൻഗേജഡ് ആയിരിക്കുന്നത് നല്ലതാ മുത്തശ്ശി. അതെ, മുത്തശ്ശി വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഓർഡറുകളുടെ കോൾ അറ്റൻഡ് ചെയ്യുക, അതൊന്ന് കുറിച്ചു വെക്കുക. എന്നിട്ട് അടുക്കളയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഞങ്ങളോടൊക്കെ ഷാർപ്പായിട്ട് ദാ ഇന്ന് ഇത്രയും എത്തിച്ചിരിക്കണം എന്നൊക്കെ പറയണം. എന്താ അത് പറ്റില്ലേ? എടാ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാനേജർമാരോട് സത്യസന്ധമായി ഇഷ്ടമുള്ള തൊഴിലാളികളെ നീ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ അതില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെയൊക്കെ മാനേജർ ആയാലോ? നിങ്ങളൊക്കെ എന്നെ വെറുക്കില്ലേ? ഓ
മുത്തശ്ശിയോട് ഞങ്ങള് അങ്ങനത്തെ മാനേജർ ആവാനാണോ പറഞ്ഞത്? മുത്തശ്ശിക്ക് അങ്ങനത്തെ പദവിയൊന്നും വേണ്ടടി മോളെ. കൈയും കാലും ഒന്ന് നേരെയായ എല്ലാ കാര്യത്തിലും മുത്തശ്ശി നിങ്ങളുടെ കൂടെ ഉണ്ട്. സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോ സന്തോഷമായി. എന്താ കാര്യമെന്നറിയൂ? മുന്നോട്ടു പോവാനുള്ള വഴി നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ മക്കള് തളർന്നിരിക്കുകയാണെന്നാ ഞാൻ കരുതിയത്. പകരം ഞാൻ കണ്ടത് ആത്മവിശ്വാസത്തിന്റെ മുഖങ്ങളാ. അത് തന്നെയാ ഏറ്റവും വലിയ കൈമുതൽ. അതങ്ങ് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയാ മതി. മുത്തശ്ശി താങ്ക് യു. പക്ഷേ എല്ലാ ക്രെഡിറ്റും ദാ ഇയാൾക്കുള്ളതാ. ഇദ്ദേഹത്തിന്റെ മനോബലത്തിലാണ് ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചുമ്മാ പറയാ മുത്തശ്ശി. ഒരു ചെറിയ കാര്യം ചെയ്തു നോക്കാമെന്ന് കരുതി. ചെറിയ തോതിൽ വിജയിക്കുകയും ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ മക്കളെ, അച്ഛനും അമ്മയും തിരിച്ചു വന്നാലും കണിമംഗലത്ത് എനിക്ക് സംഭവിച്ച കാര്യങ്ങള് അവരറിയണ്ട. പരമേശ്വരൻ പിന്നെ അവിടെ നിൽക്കില്ല. മാത്രമല്ല അവനത് താങ്ങാനും പറ്റില്ല. അറിയിക്കേണ്ടെന്ന് തന്നെയാ എന്റെ തീരുമാനം. എന്റെ മോള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ മാറും കേട്ടോ. ഇവന്റെ കാര്യങ്ങളും കൂടി ഒന്ന് ശരിയായിക്കോട്ടെ. കണിമംഗലം പിടിച്ചടക്കലൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ചെറിയ വീട്ടിൽ നമുക്കെല്ലാവർക്കും കൂടി ഒതുങ്ങിക്കൂടി സന്തോഷമായിട്ട് കഴിയാം. പിന്നെ ഉള്ളിന്റെ ഉള്ളിലൊരു സങ്കടമില്ലേ ശ്യാമയെക്കുറിച്ച്? അമ്മ മോളെ വിട്ട് എങ്ങും പോവില്ല. അമ്മ തിരിച്ചു വരും. അത് മുത്തശ്ശിക്ക് ഉറപ്പാ. എന്താടാ? എടുത്തേ, ആ ഫോൺ എടുത്ത് മോളെ ഒന്ന് വിളിച്ചാലോ? ഞാനേ പോയി എടുത്തിട്ട് വരാം.